ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇത് ബസുമതി റൈസാണ്. ഫ്രൈഡ് റൈസിലേക്ക് വേണ്ടിയാണ്. ഇത് കഴുകി ഇട്ടിട്ടുണ്ട് വെള്ളത്തിൽ. ഇത് ഇനി 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അരിപ്പയിൽ അരിച്ച് വയ്ക്കാം. പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഞാൻ 1 ഗ്ലാസ് അരിയാണ് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യമുള്ള അരി എടുത്തോളാം. ഇനി ഇതിലേക്ക് പട്ട ഇട്ട് കൊടുക്കാം, ഗ്രാമ്പ് ഇട്ട് കൊടുക്കാം, ഏലക്കായ ഇട്ട് കൊടുക്കാം, സ്റ്റാർ കൂടി ഇട്ട് കൊടുക്കാം. ഇതിനി നല്ലതായിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് അരിച്ച് വെച്ചിട്ടുള്ള അരിയെ കൂടി ഇട്ട് കൊടുക്കാം. ഇതിന് തിളച്ചതിന് ശേഷം ശാല ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ശാല എണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനെ ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതിനി ഒരു 80% വെന്താൽ മതി. ചോറെടുത്ത് നമ്മൾ പിതുക്കി നോക്കണം. പിതുക്കി നോക്കുമ്പോൾ നല്ലതാണ് പിതുങ്ങാൻ പാടില്ല. ചെറുതാവൊന്ന് പിതുങ്ങിയാൽ നമുക്കത് ഒരു അരിപ്പിൽ ഒഴിച്ച് നമുക്ക് ഊറ്റിയെടുക്കാം. ഊറ്റിയെടുത്തിട്ട് അതിനെ തണുക്കാൻ വയ്ക്കാം. പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ശാല എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ 2 മുട്ടയാണ് എടുത്തത്. നിങ്ങൾക്ക് ആവശ്യമുള്ള മുട്ട എടുത്തു കൊടുക്കാം. ശാലം കുരുമുളക് പൊടിയും ഉപ്പും കൂടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് മുട്ടയിൽ. ഇനി ഇതുപോലെ ആക്കി നമുക്ക് എടുക്കാം. അതേ പാനിൽ തന്നെ ശാല ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് പെരിഞ്ജീരകം, പട്ട, ഗ്രാമ്പ് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുത് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഇനി വഴറ്റിയെടുക്കാം. നല്ലതായിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ രീതിയിൽ വെന്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ചെറുത് അരിഞ്ഞെടുത്ത് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. വഴറ്റിയതിന് ശേഷം നേരത്തെ നമ്മൾ വറുത്തെടുത്ത മുട്ട കൂടി ഇട്ട് കൊടുക്കാം. മുട്ട കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് കൂടി ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു ഉപ്പിട്ടാണ് വേവിച്ചിട്ടുള്ളത്. അത് കണക്കാക്കി നിങ്ങൾ ബാക്കിയുള്ളതിലൊക്കെ ഉപ്പിട്ടോളണം. ഞാൻ ഇതിലേക്ക് ശാലം കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. കുരുമുളക് പൊടി ഇടുമ്പോൾ ശാലം കളർ മാറും. നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള സവാളയും കാഷ്യൂനട്ടും മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് ആവി കയറ്റിയെടുക്കാം. സ്റ്റൗ സിമ്മിലാക്കി തന്നെ വെച്ചിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകും. ഇനി നമുക്ക് കുറേശ്ശെ ഒന്ന് എല്ലാം കൂടി ഇളക്കി കൊടുക്കാം. ഈ എഗ് ഫ്രൈഡ് റൈസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ.